നമസ്കാരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കഴിഞ്ഞ വർഷം പല വിധത്തിലുള്ള അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങളും ബന്ധുസഹായക്കുറവും ഔദ്യോഗികമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് ഈ സെപ്റ്റംബർ മാസം മുതൽ ചില അനുകൂലമായിട്ടുള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാവുക, വ്യാപാര വിപണന വിതരണ മേഖലകളിലെ ക്ഷയാവസ്ഥകളെല്ലാം മാറി ഭാവിയിലേക്ക് ദീർഘകാലമായിട്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക എന്നിവയൊക്കെ തന്നെ ഒരു പുതിയ നാന്തി കുറിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ സെപ്റ്റംബർ മാസം മുതൽ യോഗം കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മുതൽ ഒരു വർഷത്തേക്ക് തന്നെ പൊതുവെ ആഗ്രഹിക്കുന്നതിലുപരി കാര്യങ്ങളെല്ലാം നടക്കുവാനും അനുഭവത്തിൽ വന്നു ചേരുവാനും ഉദ്യോഗമാറ്റമുണ്ടാകുവാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവന്നു ചേരുന്നത് വഴി ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പുതിയതായിട്ടുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാനും യോഗമുണ്ട്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് വിദേശയാത്രയ്ക്ക് അവസരം ഉണ്ടായിത്തീരും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ ആത്മനിയന്ത്രണത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. മാതാപിതാക്കളോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ ഓണം ആചരിക്കേണ്ടതായ സാഹചര്യങ്ങളും ഓണം ആഘോഷിക്കേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. തന്മൂലം ബാല്യകാല സുഹൃത്തുക്കളോടൊപ്പം ആശയവിനിമയങ്ങളെല്ലാം നടത്തുവാനുമുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. പൊതുവെ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം, കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവ എല്ലാ പ്രകാരത്തിലും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരുവാനും യോഗം കാണുന്നു. നമസ്കാരം.